ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം ത്രേതായുഗത്തിൽ പരശുരാമന്റെ പൂജ ഏറ്റുവാങ്ങിയതാണെന്ന് പറയപ്പെടുന്നു. ദീർഘകാലം ഈ വിഗ്രഹം പൂജിച്ചു വന്ന അദ്ദേഹം അതിനുശേഷം ഈ വിഗ്രഹം കായംകുളം കായലിൽ നിക്ഷേപിച്ചു. പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ വിഗ്രഹം എത്തിച്ചേരാനുണ്ടായ ഒരു കഥയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. പുരാതന കാലത്ത് കുമാരപുരം എന്നായിരുന്നു ഹരിപ്പാടിൻ്റെ പേര്. ഹരിപ്പാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചില സ്ഥലങ്ങൾ ഇന്നും കുമാരപുരം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയുള്ള പ്രധാന ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രത്തിന് തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കീഴ്തൃക്കോവിൽ ക്ഷേത്രമായിരുന്നു. ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യൻ പ്രധാന പ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിന് സമീപം ഒരു മഹാക്ഷേത്രം പണിയണമെന്നും അവിടെ അയ്യപ്പനെ പ്രതിഷ്ഠിക്കണം എന്നും കുമാരപുരത്തെ നാട്ടുപ്രമാണികളും നാട്ടുകാരായ ഭക്തന്മാരും തീരുമാനിച്ചു. അതിനായി അവർ വിദഗ്ധരായ പണിക്കാരെ പല നാടുകളിൽ നിന്നും കൊണ്ടുവരികയും ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾക്കുള്ളിൽ അവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വന്നു. തുടർന്ന് പ്രതിഷ്ഠയ്ക്കും മറ്റ് ചടങ്ങുകൾക്കും നാട്ടുകാരായ ഭക്തജനങ്ങൾ ആഘോഷ ഒരുക്കങ്ങൾ തുടങ്ങി. ഒരു ദിവസം രാത്രി കുമാരപുരത്തെ എല്ലാ പ്രമാണികൾക്കും ഒരേ സമയം ഒരു സ്വപ്ന ദർശനമുണ്ടായി. അതിദിവ്യനായ ഒരു സന്യാസി തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പുതിയ ക്ഷേത്രത്തിൽ അയ്യപ്പനെയല്ല സുബ്രഹ്മണ്യനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും അരുളി ചെയ്തു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാൻ ഏറ്റവും ഉചിതമായ ഒരു വിഗ്രഹം കായംകുളം കായലിൽ ജലാധിവാസമേറ്റു കിടക്കുന്നുവെന്നും കായംകുളം കായലിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് നീർച്ചുഴികളും പുഷ്പങ്ങളും കാണാമെന്നും അവിടെ ഇറങ്ങി മുങ്ങിത്തപ്പിയാൽ വിഗ്രഹം കണ്ടുകിട്ടുമെന്നും സന്യാസി കൂട്ടിച്ചേർത്തു. ആ വിവരം അനുസരിച്ച് അവർ ഏവരും തങ്ങളുടെ സഹായികളുമായി പ്രസ്തുത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സ്വപ്ന ദർശനത്തിൽ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും നീർച്ചുഴികളും പുഷ്പങ്ങളും വലം വയ്ക്കുന്നത് അവർ കാണാനിടയായി. അവർ അതിവേഗം തങ്ങളുടെ സഹായികളോട് ആ സ്ഥലത്ത് മുങ്ങിത്തപ്പാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സഹായികൾ കായലിലിറങ്ങി മുങ്ങിത്തപ്പുകയും അതിദിവ്യമായ സുബ്രഹ്മണ്യ വിഗ്രഹവുമായാണ് അവർ പൊങ്ങി വന്നത്. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്തിന് അങ്ങനെ കണ്ടനല്ലൂർ എന്ന പേര് വരികയും പിന്നീട് അത് ലോപിച്ച് കണ്ടല്ലൂർ എന്നായി മാറുകയും ചെയ്തു. തുടർന്ന് പ്രമാണികളും സഹായികളും കൂടി വിഗ്രഹവും കൊണ്ട് ഘോഷയാത്രയായി കുമാരപുരത്തേക്ക് പുറപ്പെട്ടു. പമ്പാ നദിയുടെ ഒരു കൈവഴിയായ പായിപ്പാട്ടാറ്റിലൂടെ 3ഓളം വള്ളത്തിലാണ് അവർ യാത്ര നടത്തിയത്. ഈ യാത്രയുടെ സ്മരണയ്ക്കാണ് ഇന്നും ചിങ്ങമാസത്തിലെ ചതയം നാളിൽ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി നടത്തിവരുന്നത്. കുമാരപുരത്തെ ക്ഷേത്രത്തിൽ വിഗ്രഹം എത്തിക്കുന്നതിന് അല്പം മുമ്പ് ഒരു സ്ഥലത്ത് വിഗ്രഹം ഇറക്കി വെച്ച് വിശ്രമിക്കുവാൻ അവർ തീരുമാനിച്ചു. അതിനുശേഷം അരനാഴിക നേരം അവിടെ വിശ്രമിച്ചു. അവിടെയും ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉയർന്നു വന്നു. ഇന്ന് അത് അരനാഴിക ക്ഷേത്രം എന്നറിയപ്പെടുന്നു. അതിനുശേഷം ക്ഷേത്രത്തിലെത്തിച്ച വിഗ്രഹം തുടർന്ന് വന്ന വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം ഉച്ചയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ സകലവിധ താന്ത്രിക ചടങ്ങുകളോടുകൂടിയും പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ മുഹൂർത്തത്തോടടുത്ത സമയത്ത് ക്ഷേത്രത്തിൽ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് പരശുരാമനായിരുന്നുവെന്നും അദ്ദേഹം പ്രതിഷ്ഠാകർമ്മങ്ങൾ നേതൃത്വം നൽകിയെന്നും പറയപ്പെടുന്നു. അങ്ങനെ ശ്രീഹരിയുടെ അഥവാ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപാദപുരമെന്നും കാലാന്തരത്തിൽ ഹരിപ്പാടെന്നും അറിയപ്പെടാൻ തുടങ്ങി. ആദ്യം പ്രതിഷ്ഠിക്കാൻ വെച്ചിരുന്ന അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം ക്ഷേത്രത്തിലെ ഉപദേവനാക്കി മാറ്റുകയും ചെയ്തു. ആദ്യ പ്രതിഷ്ഠാദിനമായ തൃക്കാർത്തിയെ ഇന്നും ക്ഷേത്രത്തിലും ഭക്തജനങ്ങളിലും ഈ പ്രദേശത്തും അതിവിശേഷമായി ഇന്നും ആചരിച്ചു വരുന്നു.